എജ്യൂപോഡ്. നിങ്ങളില്ലേ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ അടുത്തത് എവിടെ എത്തിയിട്ടുണ്ട്? ക്രിസ്മസ് എക്സാം എത്തിയിട്ടുണ്ടല്ലേ. എത്ര പെട്ടെന്ന് ആ ക്രിസ്മസ് എക്സാം വന്നത് എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ഇരിക്കായിരിക്കും. നിങ്ങൾക്ക് ഹിന്ദിയിൽ എത്ര ചാപ്റ്റേഴ്സാ പഠിക്കേണ്ടത്, എത്ര ചാപ്റ്ററാ എക്സാമിന് വരാൻ പോകുന്നത് എന്ന് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോടാ? നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും. എത്ര ചാപ്റ്റേഴ്സാ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാ പഠിക്കേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും. ആരും ടെൻഷൻ അടിക്കേണ്ട. അതേ സ്വാതി മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ നന്നാക്കി പഠിക്കേണ്ടത് എന്ന്. റെഡിയല്ലേ? നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് 2 യൂണിറ്റാ പഠിച്ചിരുന്നേ. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് 4 യൂണിറ്റ് പഠിക്കണമെന്ന് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, 4 യൂണിറ്റ് പഠിക്കണമെന്ന് മിസ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് യൂണിറ്റുകൾ. 4 യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് നമ്മൾ നോക്കുകയല്ലേ. നോക്കിയേ, നമ്മൾ ഓണം എക്സാമിന് ഫസ്റ്റിലെ എത്ര ചാപ്റ്റേഴ്സാ പഠിച്ചിട്ടുണ്ടായിരുന്നേ? 1, 2, 3, 4 അല്ലേ? 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. ഇനി ക്രിസ്മസ് എക്സാമിന് അപ്പം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ഇത് മുതലാണ് വരുന്നത്. വിചിത്ര ജീവ് മുതൽ വിചിത്ര ജീവ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠം വരുന്നുണ്ട്. പിന്നെ അടുത്ത ഏതാണ്? പേട് കാ ജാദു എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ട്. അടുത്തത് വർഷ ആയി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇവിടെ ഏതാണ്? ഹവ ഓർ ധൂൽ എന്ന ചാപ്റ്ററും ഉണ്ട് നിങ്ങൾക്ക്. അതിന്റെ കൂടെ തന്നെ ദോസന്തരേ എന്ന ചാപ്റ്ററും ഉണ്ട്. ഞെട്ടിയോ നിങ്ങൾ? ഇത്രയൊക്കെ ചാപ്റ്റർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? അതേടാ, ക്രിസ്മസ് എക്സാമിന് ഇത്രയും പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നോക്കിയേ എത്ര എണ്ണം ഉണ്ട് അപ്പം? 1, 2, 3, 4, 5 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഏതൊക്കെയായിരുന്നു? പേട് കാ ജാദു ഉണ്ട്. വർഷ ആയി, ഹവ ഓർ ധൂൽ, ദോസന്തരേ. അത് അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ അപ്പം എത്ര യൂണിറ്റുകൾ? 4 യൂണിറ്റ്. 1ാമത്തെ യൂണിറ്റ്, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ. അപ്പൊ മിസ്സിന്റെ മക്കൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മിസ്സേ, ഓണം എക്സാമിന് വന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി പഠിക്കണോ? ആ ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഇനി ക്വസ്റ്റ്യൻ വരുമോ എന്ന ചോദ്യം നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? ചിന്തിച്ചിട്ടുള്ള മക്കളാണെങ്കിൽ ഒന്ന് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. ആ മിസ്സേ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നൊന്ന് കമന്റ് കേട്ടോ. മിസ് പറഞ്ഞുതരാം. ഓണം എക്സാമിന് നിങ്ങൾക്ക് വന്ന ചാപ്റ്റേഴ്സ് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരൂല. ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ അത്ര മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ കേട്ടോ. ഒരുപാട് ചോദ്യങ്ങളൊന്നും വരൂല. ചിലപ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ. നിങ്ങൾ നന്നാക്കി പഠിക്കേണ്ടത് ഏതാണ്? മിസ് ഈ പറഞ്ഞിട്ടുള്ള പാഠങ്ങളാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 5 പാഠങ്ങൾ നിങ്ങൾ നന്നാക്കി പഠിക്കണം. ആ പാഠത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരിക. റെഡി അല്ലേ? ഇപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാലോ. 4 യൂണിറ്റ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നേ. 2 യൂണിറ്റ് നമ്മൾ ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 2 യൂണിറ്റുകൾ, അതായത് ഈ മൂന്നാമത്തെയും അത് 2ാമത്തെ ആണല്ലേ. 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റ് കണ്ടോ? ഈ യൂണിറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ആ യൂണിറ്റുകൾ മിസ്സിന്റെ മക്കൾ എല്ലാവരും നന്നാക്കി പഠിച്ചു തുടങ്ങിക്കോ. ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഡിസംബർ 10-ാം തീയതി 11-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങും. അപ്പം കുറച്ച് സമയമേ ഉള്ളൂ. നന്നാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോ കേട്ടോ. ഇപ്പൊ കൺഫ്യൂഷൻ ഒക്കെ റെഡി ആയോ? എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത് റെഡി ആയല്ലോ. ഒന്നുകൂടെ മിസ് ചാപ്റ്റേഴ്സിന്റെ പേര് പറഞ്ഞു തരാം. ഏതൊക്കെയായിരുന്നു? ഏതാണ് ആദ്യത്തെ ചാപ്റ്റർ? എന്താണ്? ഇവിടെ വിചിത്ര ജീവ്, അതൊരു ചാപ്റ്റർ ആണ്. 2ാമത്തത് ഏതാണ്? പേട് കാ ജാദു. 3ാമത്തത് ഏതാ പഠിക്കേണ്ടത്? വർഷ ആയി. 4ാമത്തത് ഏതാണ്? ഹവ ഓർ ധൂൽ. 5ാമത്തെ ചാപ്റ്റർ ഏതാണ്? ദോസന്തരേ. ഇത്രയും ചാപ്റ്റേഴ്സ് നന്നാക്കി പഠിക്കണം. ഓണം എക്സാമിന് വന്നിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ഒക്കെ ചിലപ്പോഴേ വരികയുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരൊക്കെ ചാടി പോയിട്ട് സെറ്റായി ഉഷാറായി ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങിക്കോ കേട്ടോ. റെഡി അല്ലേ? യെസ്.